ശാന്തി 22/12/24 പ്രഭാതമുരളി അഭിയുക്ത ബാബ്ദാദ റിവൈസ് 17/3/2003 മധുബൻ. സദാ തൻ്റെ സ്വമാനത്തിൽ ഇരിക്കണം, ബഹുമാനം നൽകണം, സർവരുടെയും സഹയോഗിയാകണം, സമർത്ഥമാക്കണം. ഇന്ന് ഭാഗ്യവിധാതാവായ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ ഭാഗ്യത്തിൻ്റെ 3 രേഖകൾ നോക്കുകയാണ്. 1. പരമാത്മാ പാലനയുടെ ഭാഗ്യരേഖ. 2. സത് ശിക്ഷകൻ്റെ ശ്രേഷ്ഠ ശിക്ഷണത്തിൻ്റെ ഭാഗ്യരേഖ. 3. ശ്രീമത്തിൻ്റെ തിളങ്ങുന്ന രേഖ. 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ മസ്തക മധ്യത്തിൽ 3 രേഖകളും വളരെ നന്നായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളേവരും തൻ്റെ 3 ഭാഗ്യത്തിൻ്റെ രേഖ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഭാഗ്യവിധാതാവ് കുട്ടികളായ താങ്കളുടെ പിതാവാണെന്നിരിക്കെ ശ്രേഷ്ഠ ഭാഗ്യം താങ്കൾക്കല്ലാതെ മറ്റാർക്കാണ് ഉണ്ടാവുക? ബാബ്ദാദ കാണുകയാണ്, വിശ്വത്തിലെ അനേകം കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. എന്നാൽ ആ കോടികളിൽ നിന്നും 6 ലക്ഷത്തിൻ്റെ പരിവാരം എത്ര ചെറുതാണ്. കോടിയിൽ ചില്ലറായല്ലോ. പൊതുവെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ, പാലന, പഠനം, ശ്രേഷ്ഠമതം, 3ഉം ആവശ്യമാണ്. എന്നാൽ ഈ പരമാത്മാ പാലനയും ദേവാത്മാക്കളുടെയും മനുഷ്യാത്മാക്കളുടെയും മതവും പാലനയും പഠനവും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യം സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയം പാടുന്നു, നേടിക്കഴിഞ്ഞു. നേടിക്കഴിഞ്ഞുവോ നേടണമോ എന്തു പറയും? നേടിക്കഴിഞ്ഞുവല്ലോ. ബാബയും ഇങ്ങനെയുള്ള കുട്ടികളുടെ ഭാഗ്യത്തെ കണ്ട് ഹർഷിതമാകുന്നു. കുട്ടികൾ പറയുന്നു, ആഹാ ബാബ ആഹാ. ബാബു പറയുന്നു, ആഹാ കുട്ടികളെ ആഹാ, ഇത്രമാത്രം. എന്നാൽ ഈ ഭാഗ്യത്തെ കേവലം സ്മൃതിയിൽ വെച്ചാൽ പോരാ. എന്നാൽ സദാ സ്മൃതി സ്വരൂപം ആയിരിക്കണം. പല കുട്ടികളും വളരെ നന്നായി ചിന്തിക്കുന്നു. എന്നാൽ ചിന്താസ്വരൂപം ആകരുത്, സ്മൃതി സ്വരൂപം ആകണം. സ്മൃതി സ്വരൂപം തന്നെയാണ് സമർത്ഥ സ്വരൂപം. ചിന്താസ്വരൂപം സമർത്ഥ സ്വരൂപം അല്ല. ബാബ്ദാദ കുട്ടികളുടെ ഭിന്ന ഭിന്ന ലീലകൾ കാണവേ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ചിന്താസ്വരൂപം ആയിരിക്കുന്നു, സദാ സ്മൃതി സ്വരൂപം ആയിരിക്കുന്നില്ല. ചിലപ്പോൾ ചിന്താസ്വരൂപം, ചിലപ്പോൾ സ്മൃതി സ്വരൂപം. ആരാണോ സ്മൃതി സ്വരൂപം ആയിരിക്കുന്നത് അവർ നിരന്തരം നാച്ചുറൽ സ്വരൂപം ആയിരിക്കുന്നു. ആരാണോ ചിന്താസ്വരൂപം ആയിരിക്കുന്നത് അവർക്ക് പ്രയത്നിക്കേണ്ടി വരുന്നു. ഈ സംഗമയുഗം പ്രയത്നത്തിൻ്റെ യുഗമല്ല, സർവപ്രാപ്തികളുടെയും അനുഭവങ്ങളുടെ യുഗമാണ്. 63 ജന്മം പ്രയത്നിച്ചു. എന്നാൽ ഇപ്പോൾ പ്രയത്നത്തിൻ്റെ ഫലം പ്രാപ്തമാക്കാനുള്ള യുഗം അഥവാ സമയമാണ്. ബാബ്ദാദ നോക്കുകയായിരുന്നു, ദേഹാഭിമാനത്തിൻ്റെ സ്മൃതിയിലിരിക്കുന്നതിൽ പ്രയത്നം ചെയ്തുവോ? ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നയാളാണ്, ഈ പ്രയത്നം ചെയ്തുവോ? നാച്ചുറലായി ഇരുന്നില്ലേ? ബോഡി കോൺഷ്യസ്നെസ്സിൻ്റെ നേച്ചർ ഉണ്ടായില്ലേ? ഇത്രയും ഉറച്ച നേച്ചറായി മാറി. അത് കാരണം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പല കുട്ടികൾക്കും ആത്മാഭിമാനി ആകുന്നതിൻ്റെ സമയത്ത് ബോഡി കോൺഷ്യസ്നെസ് അതിൻ്റെ നേർക്ക് ആകർഷിക്കുന്നു. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ദേഹാഭിമാനം ഈ വിധം നാച്ചുറലായിരിക്കുകയാണ്. അതിലൂടെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കാതെ ചിന്തിക്കാതെ ദേഹബോധത്തിൽ വന്നു പോകുന്നു. ബാബ്ദാദ പറയുന്നു, ഇപ്പോൾ മർജീവ ജന്മത്തിൽ ആത്മാഭിമാനം, അതായത് ദേഹി അഭിമാനി സ്ഥിതിയും ഈ വിധം തന്നെ നേച്ചറും നാച്ചുറലും ആകണം.
ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ് എന്ന് പ്രയത്നിക്കേണ്ടി വരരുത്. ഏതെങ്കിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന് അല്പം മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ അതിന് പരിചയം നൽകുന്നു. താങ്കൾ ആരാണ്, ആരുടേതാണ്. അതേപോലെ എപ്പോഴാണോ ബ്രാഹ്മണ ജന്മം എടുത്തത്, അപ്പോൾ ബ്രാഹ്മണ കുട്ടികളായ താങ്കൾക്ക് ജനിച്ചപ്പോൾ തന്നെ എന്ത് പരിചയമാണ് ലഭിച്ചത്? താങ്കൾ ആരാണ്? ആത്മാവിൻ്റെ പാഠം ഉറപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ ആദ്യത്തെ പരിചയം നാച്ചുറൽ നേച്ചറായി മാറണം. നേച്ചർ നാച്ചുറലും നിരന്തരവുമായിരിക്കുന്നു, ഓർമ്മിക്കേണ്ടി വരുന്നില്ല. ഇപ്രകാരം ഇപ്പോൾ സമയമനുസരിച്ച് ഓരോ ബ്രാഹ്മണനായ കുട്ടിയുടെയും ദേഹി അഭിമാനി സ്റ്റേജ് നാച്ചുറൽ ആകണം. ചില കുട്ടികളുടേതിങ്ങനെയാണ്, ചിന്തിക്കേണ്ടി വരുന്നില്ല, സ്മൃതി സ്വരൂപമാണ്. ഇപ്പോൾ നിരന്തരമായും നാച്ചുറലായും സ്മൃതി സ്വരൂപം ആവുക തന്നെ വേണം. എല്ലാ ബ്രാഹ്മണരുടെയും ലാസ്റ്റ് അന്തിമ പേപ്പർ ഈ ചെറിയ ഒന്നാണ്, നഷ്ടോ മോഹ സ്മൃതി സ്വരൂപം. അപ്പോൾ ഈ വർഷത്തിൽ എന്തു ചെയ്യും? ചില കുട്ടികൾ ചോദിക്കുന്നു, ഈ വർഷത്തിൽ എന്ത് വിശേഷ ലക്ഷ്യം വയ്ക്കട്ടെ? അപ്പോൾ ബാബ്ദാദ പറയുന്നു, സദാ ദേഹി അഭിമാനിയും സ്മൃതി സ്വരൂപവുമായി ഭവിക്കട്ടെ. ജീവൻ മുക്തി പ്രാപ്തമാവുക തന്നെ വേണം. എന്നാൽ ജീവൻ മുക്തം ആകുന്നതിന് മുമ്പേ പ്രയത്നമുക്തം ആകൂ. ഈ സ്ഥിതി സമയത്തെ സമീപം കൊണ്ടുവരും. വിശ്വത്തിലെ താങ്കളുടെ സർവ സഹോദരീ സഹോദരന്മാരെയും ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാക്കും. താങ്കളുടെ ഈ സ്ഥിതി ആത്മാക്കൾക്ക് വേണ്ടി മുക്തിധാമത്തിൻ്റെ വാതിൽ തുറക്കും. അപ്പോൾ തൻ്റെ സഹോദരീ സഹോദരന്മാരുടെ മേൽ ദയ തോന്നുന്നില്ലേ? 4 ഭാഗത്തുമുള്ള ആത്മാക്കൾ എത്ര നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ മുക്തി സർവർക്കും മുക്തി നേടിക്കൊടുക്കും. ഇത് ചെക്ക് ചെയ്യൂ. നാച്ചുറൽ സ്മൃതി സമർത്ഥ സ്വരൂപം എവിടം വരെയായി? സമർത്ഥ സ്വരൂപം ആകുന്നത് തന്നെ വ്യർത്ഥത്തെ സഹജമായി സമാപ്തമാക്കും. വീണ്ടും വീണ്ടും പ്രയത്നിക്കേണ്ടി വരില്ല. ഇപ്പോൾ ഈ വർഷം ബാബ്ദാദ കുട്ടികളോടുള്ള സ്നേഹത്താൽ ഒരു കുട്ടിയും ഒരു സമസ്യയിലും പ്രയത്നിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. സമസ്യ സമാപ്തം, പരിഹാര സമർത്ഥ സ്വരൂപം. ഇത് സാധ്യമാണോ? പറയൂ ദാദിമാരെ, സാധ്യമാണോ? ടീച്ചേഴ്സ് പറയൂ, സാധ്യമാണോ? പാണ്ഡവരെ, സാധ്യമാണോ? പിന്നെ ഒഴിവു കഴിവ് പറയരുത്. ഇത് ഉണ്ടായിരുന്നുവല്ലോ, ഇത് സംഭവിച്ചുവല്ലോ, ഇത് നടന്നിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല. ബാബ്ദാദ ധാരാളം മധുരമധുരമായ കളികൾ കണ്ടു കഴിഞ്ഞു. എന്തും ഉണ്ടായിക്കൊള്ളട്ടെ, ഹിമാലയത്തേക്കാൾ 100 മടങ്ങ് വലിയ സമസ്യയുടെ സ്വരൂപം ആയിരുന്നാലും, ശരീരത്തിലൂടെയായാലും മനസ്സിലൂടെയായാലും വ്യക്തിയിലൂടെയായാലും പ്രകൃതിയിലൂടെയുള്ള സമസ്യയായാലും പരസ്ഥിതി താങ്കളുടെ സ്വസ്ഥിതിയുടെ മുന്നിൽ ഒന്നുമല്ല. സ്വസ്ഥിതിയുടെ ഉപാധിയാണ് സ്വമാനം. നാച്ചുറൽ രൂപത്തിൽ സ്വമാനം ഉണ്ടായിരിക്കണം. ഓർമ്മിക്കേണ്ടി വരരുത്, വീണ്ടും വീണ്ടും പ്രയത്നിക്കേണ്ടി വരരുത്. അല്ല അല്ല, ഞാൻ സുദർശന ചക്രധാരി തന്നെയാണ്, ഞാൻ പ്രകാശരത്നമാണ്, ഞാൻ ഹൃദയ സിംഹാസനസ്ഥൻ തന്നെയാണ്. മറ്റാരെങ്കിലുമാണോ ആകേണ്ടത്? കഴിഞ്ഞ കൽപ്പത്തിൽ ആരാണ് ആയിരുന്നത്? മറ്റുള്ളവരാണോ ആയിരുന്നത്? അതോ താങ്കൾ തന്നെയാണോ ആയിരുന്നത്? താങ്കൾ തന്നെയായിരുന്നു, താങ്കൾ തന്നെയാണ്. ഓരോ കൽപ്പത്തിലും താങ്കൾ തന്നെ ആകും. ഇത് നിശ്ചിതമാണ്. ബാബ്ദാദ എല്ലാവരുടെയും മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ കൽപ്പത്തിനു മുമ്പുള്ള അതേ ആൾക്കാരാണ്. ഈ കൽപ്പത്തിലെയാണോ അതോ അനേകം കൽപ്പത്തിലെയാണോ? അനേകം കൽപ്പത്തിലെയാണല്ലോ. ആരാണോ ഓരോ കൽപ്പത്തിലുമുള്ളവർ അവർ കൈ ഉയർത്തു. അപ്പോൾ പിന്നെ നിശ്ചിതമാണല്ലോ. താങ്കൾക്ക് പാസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചുവല്ലോ, അതോ നേടണമോ? ലഭിച്ചുവല്ലോ. ലഭിച്ചു കഴിഞ്ഞുവോ, അതോ നേടണമോ?
കഴിഞ്ഞ കൽപ്പത്തിൽ ലഭിച്ചിട്ടുണ്ട്, ഇപ്പോൾ എന്തുകൊണ്ട് ലഭിക്കില്ല? അപ്പോൾ ഈ സ്മൃതി സ്വരൂപമാകൂ. സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു. പാസ് വിത്ത് ഓണറിൻ്റേതാകാം, പാസിൻ്റേതാകാം. ഈ വ്യത്യാസം ഉണ്ടായിരിക്കും, എന്നാൽ നമ്മൾ തന്നെയാണ്. ഉറപ്പാണല്ലോ. അതോ ട്രെയിനിൽ പോകുമ്പോൾ മറന്നു പോകുമോ? പ്ലെയിനിൽ പോകുമ്പോൾ പറന്നു പോകുമോ? ഇല്ല. ഏതുപോലെ നോക്കൂ, ഈ വർഷം സങ്കല്പത്തെ ദൃഢമാക്കി ശിവരാത്രി 4 ഭാഗത്തും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ആഘോഷിക്കണം. ആഘോഷിച്ചുവല്ലോ. ദൃഢസങ്കല്പത്തോടെ എന്ത് ചിന്തിച്ചുവോ അത് നടന്നുവല്ലോ. അപ്പോൾ ഇത് ഏത് കാര്യത്തിൻ്റെ അതിശയമാണ്? ഏകതയും ദൃഢതയും. 67 പ്രോഗ്രാം നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ബാബ്ദാദ കണ്ടു, അതിനേക്കാൾ കൂടുതൽ പല കുട്ടികളും പ്രോഗ്രാം ചെയ്തു. ഇതാണ് സമർത്ഥ സ്വരൂപത്തിൻ്റെ അടയാളം, ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും പ്രത്യക്ഷ തെളിവ്. സ്വതവേ തന്നെ 4 ഭാഗത്തും ചെയ്തുവല്ലോ. ഇതേപോലെ തന്നെ എല്ലാവരും ഒത്തുചേർന്ന് പരസ്പരം ധൈര്യം വർദ്ധിപ്പിച്ച് ഈ സങ്കല്പമെടുക്കൂ. ഇപ്പോൾ സമയത്തെ സമീപം കൊണ്ടുവരിക തന്നെ വേണം. ആത്മാക്കൾക്ക് മുക്തി നേടിക്കൊടുക്കണം. എന്നാൽ അതുണ്ടാകുന്നത് താങ്കൾ ചിന്തിക്കുന്നത് സ്മൃതി സ്വരൂപത്തിൽ കൊണ്ടുവരുമ്പോഴാണ്. ബാബ്ദാദ കേട്ടു, ഫോറിനിലുള്ളവരുടെയും വിശേഷ സ്നേഹമില്ലൻ അഥവാ മീറ്റിംഗ് ഉണ്ട്, ഭാരതവാസികളുടെയും മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിൽ കേവലം സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയാൽ പോരാ, ഉണ്ടാക്കണം. എന്നാൽ ബാലൻസിൻ്റേത് ഉണ്ടാക്കണം. എല്ലാവരും മാസ്റ്റർ സർവശക്തിവാനായി മുന്നോട്ട് പറന്നു പോകും വിധത്തിൽ അന്യോന്യം സഹയോഗിയാകൂ. ദാതാവായി സഹയോഗം നൽകൂ. കാര്യങ്ങളെ നോക്കരുത്, സഹയോഗിയാകൂ. സ്വമാനത്തിലിരിക്കൂ, ബഹുമാനം നൽകി സഹയോഗിയാകൂ. കാരണം ഏതൊരു ആത്മാവിനും അഥവാ താങ്കൾ ഹൃദയപൂർവ്വം ബഹുമാനം നൽകുന്നുവെങ്കിൽ ഇത് വളരെ വളരെ വലിയ പുണ്യമാണ്. കാരണം ദുർബല ആത്മാവിന് ഉന്മേഷത്തിലും ഉത്സാഹത്തിലും കൊണ്ടുവരിക എന്നത് എത്ര വലിയ പുണ്യമാണ്. വീണുപോയവരെ വീഴ്ത്തരുത്, ആശ്ലേഷിക്കണം. അതിനർത്ഥം പുറമേ ആശ്ലേഷിക്കുക എന്നല്ല. ആശ്ലേഷിക്കുക എന്നാൽ ബാബയ്ക്ക് സമാനം ആക്കുക, സഹയോഗം നൽകുക. അപ്പോൾ ഈ വർഷം എന്തെല്ലാം ചെയ്യണം എന്ന് ചോദിച്ചുവല്ലോ. ബഹുമാനം നൽകണം, സ്വമാനത്തിൽ ഇരിക്കണം, സമർത്ഥമായി സമർത്ഥമാക്കണം. വ്യർത്ഥത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകരുത്. ദുർബല ആത്മാവ് ദുർബലം തന്നെയാണ് എന്ന് അയാളുടെ ദൗർബല്യത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സഹയോഗി എങ്ങനെയാകും? സഹയോഗം നൽകൂ, അപ്പോൾ ആശീർവാദങ്ങൾ ലഭിക്കും. ഏറ്റവും സഹജ പുരുഷാർത്ഥമാണ്. മറ്റെന്തു തന്നെ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും ഏറ്റവും സഹജമായ പുരുഷാർത്ഥമാണ് ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ, ബഹുമാനം നൽകൂ, മഹിമായോഗ്യരാകൂ. ബഹുമാനം നൽകുന്നവർ തന്നെയാണ് സർവരിലൂടെയും മാനനീയർ ആകുന്നത്. എത്രത്തോളം ഇപ്പോൾ മാനനീയർ ആകുമോ അത്രയും തന്നെ രാജ്യ അധികാരിയും പൂജ്യ ആത്മാവുമാകും. നൽകിക്കൊണ്ടേയിരിക്കൂ, എടുക്കരുത്. എടുക്കുകയും കൊടുക്കുകയും ചെയ്യുക എന്നത് ബിസിനസ്സുകാരുടെ ജോലിയാണ്. താങ്കളാണെങ്കിൽ ദാതാവിൻ്റെ കുട്ടികളാണ്. പിന്നെ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ സേവനം കണ്ട് സന്തുഷ്ടമാണ്. എല്ലാവരും നന്നായി സേവനം ചെയ്തു. എന്നാൽ ഇപ്പോൾ മുന്നോട്ട് പോകണമല്ലോ. വാക്കിലൂടെ എല്ലാവരും നല്ല സേവനം ചെയ്തു. സാധനങ്ങളിലൂടെയും നല്ല സേവനത്തിൻ്റെ റിസൾട്ട് കൊണ്ടുവന്നു. അനേകം ആത്മാക്കളുടെ പരാതിയും സമാപ്തമാക്കി.
അതിനോടൊപ്പം സമയത്തിൻ്റെ തീവ്രഗതിയുടെ വേഗത കണ്ട് ബാബ്ദാദ ഇതാഗ്രഹിക്കുന്നു. കേവലം അല്പം ആത്മാക്കളുടെ സേവനമല്ല ചെയ്യേണ്ടത്, എന്നാൽ വിശ്വത്തിലെ സർവ ആത്മാക്കളുടെയും മുക്തിദാതാവ് നിമിത്തമായ താങ്കളാണ്. കാരണം ബാബയുടെ സഹചാരികളാണ്. അപ്പോൾ സമയത്തിൻ്റെ വേഗത അനുസരിച്ച് ഇപ്പോൾ ഒരേ സമയത്ത് ഒരുമിച്ച് 3 സേവനങ്ങൾ ചെയ്യണം. 1 വാണി, രണ്ടാമത്തേത് സ്വന്തം ശക്തിശാലി സ്ഥിതി, മൂന്നാമത്തേത് ശ്രേഷ്ഠ ആത്മീയ വൈബ്രേഷൻ. എവിടെ സേവനം ചെയ്താലും അവിടെ ഇങ്ങനെയുള്ള ആത്മീയ വൈബ്രേഷൻ വ്യാപിപ്പിക്കൂ. ആ വൈബ്രേഷനിൻ്റെ പ്രഭാവത്തിൽ സഹജമായി ആകർഷിതരായിക്കൊണ്ടിരിക്കട്ടെ. നോക്കൂ, ഇപ്പോൾ ലാസ്റ്റ് ജന്മത്തിൽ പോലും താങ്കൾ ഏവരുടെയും ജഡചിത്രം എങ്ങനെയാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാണിയിലൂടെ സംസാരിക്കുന്നുണ്ടോ? ഭക്തരുടെ ഭാവനയ്ക്കുള്ള ഫലം സഹജമായി ലഭിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് വൈബ്രേഷൻ. ഇപ്രകാരം വൈബ്രേഷൻ ശക്തിശാലിയായിരിക്കണം. വൈബ്രേഷനിൽ സർവശക്തികളുടെയും കിരണങ്ങൾ വ്യാപിക്കുന്നുണ്ടാകണം. വായുമണ്ഡലം പരിവർത്തനപ്പെടണം. വൈബ്രേഷൻ ഇങ്ങനെയുള്ളൊരു വസ്തുവാണ്. അതിലൂടെ ഹൃദയത്തിൽ മുദ്ര പതിയുന്നു. നിങ്ങൾക്കേവർക്കും അനുഭവമുണ്ട്. ഏതെങ്കിലും ആത്മാവിനെ പ്രതി അഥവാ ഏതെങ്കിലും നല്ലതോ മോശമോ ആയ വൈബ്രേഷൻ താങ്കളുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണെങ്കിൽ എത്ര സമയം തുടരുന്നു? വളരെയധികം സമയം തുടരുന്നുവല്ലോ. നീക്കം ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും മാറുന്നില്ല. ആർക്കെങ്കിലും മോശമായ വൈബ്രേഷൻ ഇരിക്കുകയാണെങ്കിൽ സഹജമായി മാറുന്നുണ്ടോ? അപ്പോൾ താങ്കളുടെ സർവശക്തികളുടെയും കിരണങ്ങളുടെ വൈബ്രേഷൻ മുദ്രയുടെ ജോലി ചെയ്യും. വാണി മറന്നു പോയേക്കാം, എന്നാൽ വൈബ്രേഷൻ്റെ മുദ്ര സഹജമായി മാറുകയില്ല. അനുഭവമുണ്ടല്ലോ. അനുഭവമുണ്ടോ? ഈ ഗുജറാത്തും ബോംബെയും ഏതൊരു ഉന്മേഷവും ഉത്സാഹവും കാണിച്ചോ അവർക്കും ബാബ്ദാദ പദമം ഇരട്ടി ആശംസകൾ നൽകുകയാണ്. എന്തുകൊണ്ട്? എന്ത് വിശേഷതയാണ് ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ആശംസകൾ നൽകുന്നത്? വലിയ വലിയ ഫംഗ്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു, എന്നാൽ വിശേഷിച്ച് ആശംസകൾ എന്തുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നു? കാരണം 2 ഭാഗത്തും ഈ ഒരു വിശേഷത ഉണ്ടായിരുന്നു, ഏകതയുടെയും ദൃഢതയുടെയും. എവിടെ ഏകതയും ദൃഢതയുമുണ്ടോ അവിടെ 1 വർഷത്തിന് പകരം 1 മാസം വർഷത്തിന് സമാനമാണ്. ഗുജറാത്തും ബോംബെയും കേട്ടുവോ? ശരി. ഇപ്പോൾ സെക്കൻഡിൽ ജ്ഞാന സൂര്യൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് 4 ഭാഗത്തുമുള്ള ഭയഭീതരും ചഞ്ചലതയുമുള്ള ആത്മാക്കൾക്ക് സർവശക്തികളുടെയും കിരണങ്ങൾ വ്യാപിപ്പിക്കൂ. വളരെയധികം ഭയഭീതരാണ്. ശക്തി നൽകൂ. വൈബ്രേഷൻ വ്യാപിപ്പിക്കൂ. ശരി. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ഭിന്ന ഭിന്ന സ്മാരകവും സമാചാരത്തിൻ്റെ കത്തും ഇമെയിലും ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ഓരോരുത്തരും പറയുന്നു, എൻ്റെയും ഓർമ്മകൾ നൽകണം, എൻ്റെയും ഓർമ്മകൾ നൽകണം. ബാബ്ദാദ പറയുന്നു, ഓരോ പ്രിയപ്പെട്ട കുട്ടിയുടെയും ഓർമ്മകൾ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ദൂരെ ഇരിക്കുമ്പോഴും ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരാണ്. താങ്കൾക്കേവർക്കും ആരെല്ലാമാണോ ഓർമ്മകൾ നൽകണം എന്ന് പറഞ്ഞത്, അപ്പോൾ ബാബയുടെ അടുത്ത് എത്തിച്ചേർന്നു. കുട്ടികളുടെ ഈ സ്നേഹവും ബാബയുടെ സ്നേഹവും കുട്ടികളെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി. 4 ഭാഗത്തുമുള്ള അതിശ്രേഷ്ഠ ഭാഗ്യവാന്മാർക്ക്, കോടിയിൽ ചിലരായ വിശേഷ ആത്മാക്കൾക്ക്, സദാ സ്വമാനത്തിൽ ഇരിക്കുന്നവർക്ക്,
ബഹുമാനം നൽകുന്നവർക്ക്, സർവീസബിളായ കുട്ടികൾക്ക്, സദാ സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപവുമായ ആത്മാക്കൾക്ക്, സദാ അചഞ്ചലവും ആടാത്തതുമായ സ്ഥിതിയുടെ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവശക്തി സ്വരൂപമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിജിയോട്: ബാബ്ദാദ താങ്കളുടെ മേൽ വിശേഷിച്ച് സന്തുഷ്ടമാണ്. എന്തുകൊണ്ട് സന്തുഷ്ടമാണ്? വിശേഷിച്ച് ഈ ഒരു കാര്യത്തിൽ സന്തുഷ്ടമാണ്. ഏതുപോലെ ബ്രഹ്മ ബാബ എല്ലാവരോടും ഓർഡർ ചെയ്യുമായിരുന്നു, ഇത് ചെയ്യണം, ഇപ്പോൾ ചെയ്യണം. ഇങ്ങനെ താങ്കളും ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്തു. ദാദി പറഞ്ഞു, അങ്ങും എന്നോടൊപ്പമുണ്ട്. അത് തീർച്ചയായും ഉണ്ട്. താങ്കൾ നിമിത്തമായിരിക്കുകയാണല്ലോ. ഇങ്ങനെയുള്ള ദൃഢസങ്കല്പമെടുത്തു. അതിലൂടെ 4 ഭാഗത്തും സഫലതയാണ്. അതിനാൽ താങ്കളിൽ ആത്മീയ ശക്തി വളരെ ഗുപ്തമായി നിറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം ശരിയാണ്. ആരോഗ്യം ഒന്നും തന്നെ അല്ലാത്ത വിധം ഇത്രയും ആത്മീയ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. അതിശയമാണല്ലോ. ദാദിമാരുമായുള്ള കൂടിക്കാഴ്ച കണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുന്നു, നമ്മളും ദാദിയായിരുന്നെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയേനെ. താങ്കളും ദാദിയാകും. ഇപ്പോൾ ബാബ്ദാദ ഹൃദയത്തിൽ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നൽകിയിട്ടില്ല. ബ്രഹ്മ ബാബയുടെ സാകാര സമയത്ത് സേവനത്തിൻ്റെ ആദ്യ രത്നങ്ങളായി വന്നവർ ആരാണോ അവരുടെ സംഘടന ഉറപ്പിക്കണം. എപ്പോൾ ചെയ്യും? താങ്കൾ ചെയ്യുമ്പോൾ. ഈ ഡ്യൂട്ടി താങ്കളുടേതാണ്, അതായത് ജാനകി ദാദിയുടേതാണ്. താങ്കളുടെ ഹൃദയത്തിലുള്ള സങ്കല്പമാണല്ലോ. കാരണം ഏതുപോലെ ദാദിമാരായ താങ്കളുടെ ഏകതയുടെയും ദൃഢതയുടെയും സംഘടന ഉറച്ചതാണോ, അതേപോലെ ആദിയിലെ സേവനത്തിൻ്റെ രത്നങ്ങളുടെ സംഘടന ഉറച്ചതാകണം. ഇതിൻ്റെ വളരെ വളരെ ആവശ്യകതയുണ്ട്. കാരണം സേവനം വർദ്ധിക്കുക തന്നെ വേണം. സംഘടനയുടെ ശക്തിക്ക് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ സാധിക്കും. സംഘടനയുടെ അടയാളത്തിൻ്റെ സ്മാരകമാണ് പഞ്ചപാണ്ഡവർ. 5 പേരാണ്, എന്നാൽ സംഘടനയുടെ അടയാളമാണ്. ശരി. ഇപ്പോൾ ആരാണോ സാകാര ബ്രഹ്മാവ് ഉണ്ടായിരുന്നപ്പോഴും സേവനത്തിനു വേണ്ടി സെൻറ്ററിൽ കഴിഞ്ഞിരുന്നത്, സേവനത്തിൽ ഏർപ്പെട്ടിരുന്നത്, അവർ എഴുന്നേൽക്കൂ. സഹോദരനുമുണ്ട്. പാണ്ഡവരില്ലാതെ ഗതിയില്ല. ഇവിടെ കുറച്ചു പേരാണുള്ളത്, എന്നാൽ ഇനിയുമുണ്ട്. സംഘടനയെ ഒരുമിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ ദാദി ജാനകിയുടേതാണ്. ഈ ദാദി ബാക്ക് ബോണാണ്. വളരെ നല്ല നല്ല രത്നങ്ങളുണ്ട്. ശരി. എല്ലാവരും ശരിയായിരിക്കുന്നു, അതായത് സുഖമായിരിക്കുന്നു. എന്തു തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും താങ്കളുടെ സംഘടനയ്ക്ക് മഹാനതയുണ്ട്. കോട്ട ശക്തമാണ്. ശരി. വരദാനം: സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായി ഓരോ പരിതസ്ഥിതിയെയും മറികടക്കുന്ന സദാ വിജയീ ഭവ. സദാ തൻ്റെ ഈ സ്വമാനത്തിൻ്റെ സീറ്റിൽ സ്ഥിതി ചെയ്യൂ. ഞാൻ വിജയീ രത്നമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. അപ്പോൾ സീറ്റ് എങ്ങനെയുള്ളതാണോ അതേപോലെയുള്ള ലക്ഷണം വരുന്നു. എങ്ങനെയുള്ള പരിതസ്ഥിതി മുന്നിൽ വന്നാലും സെക്കൻഡിൽ തൻ്റെ ഈ സീറ്റിൽ സെറ്റാകൂ. സീറ്റിലിരിക്കുന്നവരുടെ ഓർഡറാണ് അംഗീകരിക്കപ്പെടുന്നത്. സീറ്റിലിരിക്കൂ, അപ്പോൾ വിജയിയായി മാറും. സംഗമയുഗം തന്നെ സദാ വിജയിയാകുന്നതിൻ്റെ യുഗമാണ്. ഈ യുഗത്തിന് വരദാനമുണ്ട്. അപ്പോൾ വരദാനിയായി വിജയിയാകൂ. സ്ലോഗൻ: സർവ ആസക്തികളുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്നവരാണ് ശിവശക്തി പാണ്ഡവസേന. ഓം ശാന്തി.
യോഗത്തിൻ്റെ അഭ്യാസം. സങ്കല്പശക്തിയിലൂടെ സാകാര ദേഹത്തിൻ്റെയും സാകാര ലോകത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയാകുന്നു. നിരാകാരി സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ നിരാകാരി ലോകമായ എൻ്റെ സ്വഗ്രഹത്തിൽ നിരാകാരനായ മഹാജ്യോതിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യും. നിരാകാരനായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ഏകാഗ്രചിത്തമാകുന്നു. ഈ സ്ഥിതിയിൽ എൻ്റെ ഉള്ളിൽ സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്നു. നിരാകാരനായ ബാബയുടെ സർവശക്തി സ്വരൂപവും ആയുള്ള ഈ ശ്രേഷ്ഠ ബന്ധം എന്നെ ശക്തിശാലിയാക്കി മാറ്റുന്നു. സർവശക്തിവാന്റെ സർവശക്തികളുടെയും പ്രകാശകിരണങ്ങൾ എന്നിൽ നിറയുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ഈ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതി എന്നെ ശ്രേഷ്ഠ ശക്തികളുടെ വരദാനിയാക്കി മാറ്റുന്നു. വിശ്വത്തിൽ മഹാസമസ്യയുടെ ബന്ധനത്തിൽ അകപ്പെട്ട ആത്മാക്കൾക്ക്, വിവശരായ ആത്മാക്കൾക്ക് ശക്തിയുടെ വരദാനിയായി സർവശക്തികളുടെയും സകാശ് നൽകുന്നു.
വിശ്വത്തിലെ ആത്മാക്കൾ നേരിടുന്ന ആ മഹാസമസ്യ സമാപ്തമാകട്ടെ. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളും പരമാത്മാ ശക്തിയുടെ സുരക്ഷയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യട്ടെ. വിശ്വത്തിൽ ശാന്തിയും സന്തോഷവും പ്രകടമാകട്ടെ.